ISRO കർണാടകയിലെ ചിത്രദുർഗയ്ക്ക് സമീപമുള്ള ചെല്ലൈക്കരയിലെ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമായ പുഷ്പകിന്റെ ലാൻഡിംഗ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. പൂർണ്ണമായും പുനരുപയോഗിക്കാവുന്ന സിംഗിൾ സ്റ്റേജ് 2 ഓർബിറ്റ് വാഹനമായാണ് പുഷ്പക് RLV രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1000 ദശലക്ഷത്തിലധികം നിക്ഷേപമുള്ള ഈ പദ്ധതി രാജ്യത്തിന്റെ സാങ്കേതിക വൈദഗ്ധ്യം പ്രദർശിപ്പിക്കുക മാത്രമല്ല 2035ഓടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുക എന്ന മഹത്തായ ലക്ഷ്യമുൾപ്പെടുന്ന ഭാവി ശ്രമങ്ങൾക്ക് കളമൊരുക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഹൈപ്പർസോണിക് ഫ്ലൈറ്റ്, ഓട്ടോണോമസ് ലാൻഡിംഗ്, പവേർഡ് ക്രൂയിസ് ഫ്ലൈറ്റ് എന്നിങ്ങനെ വിവിധ സാങ്കേതിക വിദ്യകൾ വിലയിരുത്തുന്നതിനുള്ള ഫ്ലൈയിംഗ് ടെസ്റ്റ് ബെഡ് ആയി പ്രവർത്തിക്കുന്ന ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ RLV ക്രമീകരിച്ചിരിക്കുന്നു. ഇന്ത്യൻ എയർഫോഴ്സ് ചിനൂക്ക് ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് പുഷ്പകിനെ ഉയർത്തിയത്. ശേഷം 4.5 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് അതിനെ റിലീസ് ചെയ്തു. ക്രോസ് റേഞ്ച് തിരുത്തലുകളോടെ പുഷ്പക് സ്വയം റൺവേയെ സമീപിച്ചു. ബ്രേക്ക് പാരച്യൂട്ട്, ലാൻഡിംഗ് ഗിയർ ബ്രേക്കുകൾ, നോസ് വീൽ സ്റ്റിയറിംഗ് സിസ്റ്റം എന്നിവ ഉപയോഗിച്ച് അത് കൃത്യമായി റൺവേയിൽ ലാൻഡ് ചെയ്തുവെന്ന് ISRO ചെയർമാൻ S. സോമനാഥ് വ്യക്തമാക്കി. സങ്കീർണമായ സാഹചര്യങ്ങൾക്കിടയിലും വാഹനത്തിന്റെ റോബോട്ടിക് ലാൻഡിംഗ് കഴിവുകൾ മികച്ചതാക്കുക എന്ന ലക്ഷ്യത്തോടെ ശാസ്ത്രജ്ഞർ നടത്തിയ നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷം പുറത്തിറക്കിയ പുഷ്പകിന്റെ 3ാമത്തെ വിമാനമാണിത്. ഏറ്റവും മികച്ച രീതിയിൽ ബഹിരാകാശ ദൗത്യം നടത്താനായാണ് ഇന്ത്യ ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് S. സോമനാഥ് പറഞ്ഞത്. ഭാവിയിലെ ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങളുടെ ഭാഗമായിരിക്കും പുഷ്പക്. ഭൂമിയിലേക്ക് സുരക്ഷിതമായി എത്തിച്ചേരുന്നതിനുള്ള അത്യാധുനിക സാങ്കേതികതയും ഈ പേടകത്തിനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 2-നാണ് ആദ്യ RLV ലാൻഡിംഗ് പരീക്ഷണം നടന്നത്. 11 മാസങ്ങൾക്ക് ശേഷമാണ് 2ാമത്തെ പരീക്ഷണം നടക്കുന്നത്. ബഹിരാകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ പല പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ പുഷ്പക് RLVയുടെ വികസനത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു ഈ പരീക്ഷണം. പൂർണ്ണമായി പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന് ആവശ്യമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനുള്ള പുഷ്പക് മിഷന്റെ പ്രാഥമിക ലക്ഷ്യം ബഹിരാകാശത്തേക്ക് കുറഞ്ഞ ചെലവിൽ പ്രവേശനം സാധ്യമാക്കുക എന്നതാണ്. അതിനാൽ ബഹിരാകാശ ദൗത്യങ്ങളുടെ ചെലവ് കുറയ്ക്കുന്നതിനും ബഹിരാകാശ അവശിഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള ISROയുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായി കൂടി ഈ ദൗത്യത്തെ കാണാം.